ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കണമെങ്കിൽ ഒരു ചരിത്രമുണ്ടായിരിക്കണം. ചരിത്രം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന കമ്മ്യൂണിറ്റി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ചരിത്രം മുറിഞ്ഞു പോയാൽ ആ കമ്മ്യൂണിറ്റി അവിടെ അവസാനിക്കും. ഒരു സമൂഹത്തിൻ്റെ, മാർത്തോമാ സഭയുടെ, കേരളത്തിൻ്റെയൊക്കെ ഒരു സ്പിരിച്വൽ ഫോർമേഷനെ കുറിച്ചും ഒക്കെ അഭിമന്യ തിരുമേനി സംസാരിച്ച സ്ഥിതിക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അനിമേഷൻ സെൻറ്ററിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ആർക്കൈവ്സും മ്യൂസിയം ആകുന്നല്ലോ. അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാന ഒരു അജണ്ടയായി മാറിയ സ്ഥിതിക്ക് ആർക്കൈവ്സും മ്യൂസിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് അനിമേഷൻ സെൻറ്ററിൽ കൂടെ നമുക്ക് എന്ത് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒന്ന് രണ്ട് വാക്കുകൾ, ചെറിയ ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ സഭ ഇന്ന് ഇന്ത്യയിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന സമയമാണ്. ക്രൈസ്തവ സഭയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസരമാണ് നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും. ഇന്നലെയും അഭിമന്യ തിരുമേനി ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് FCRAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കുകയുണ്ടായി. ഇതിലേക്കൊക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ എന്താണ് ക്രൈസ്തവ സഭയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാമോ എന്ന് നമുക്ക് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ സഭയുടെ അസ്തിത്വം നിലനിൽക്കുന്നത് മാർത്തോമാ സഭയുടെ മ്യൂസിയത്തിലാണ്. ആ മ്യൂസിയത്തിലാണ് അതിപുരാതനമായ തറസാപ്പള്ളി ചേപ്പേട് ഇരിക്കുന്നത്. ഈ തറസാപ്പള്ളി ചേപ്പേട് എന്ത് എന്നുള്ളത് എത്ര പേർക്ക് നമ്മുടെ സഭയിൽ അറിയാം എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. തറസാപ്പള്ളി ശാസനത്തെക്കുറിച്ച് 2017 മാത്രമാണ് ഈ മ്യൂസിയത്തിലിരിക്കുന്ന ശാസനത്തെക്കുറിച്ച് മർത്തോമാക്കാർ തന്നെ മനസ്സിലാക്കുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ജൂയിഷ് ഡോക്യുമെൻ്റ് ഉണ്ടോ എന്ന് അദ്ദേഹം തിരഞ്ഞു. അവർ തിരഞ്ഞ് അവസാനം എത്തിയത് ഈ പുലാത്തിയിലെ ആർക്കൈവ്സിലാണ്. അന്ന് അതിൻ്റെ റെപ്ലിക്ക കൊടുത്തു. അതാണ് അദ്ദേഹം പോയി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുത്തത്. ഈ ശാസനം എന്ന് പറയുന്ന 2ാം ചേരമാൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് റിട്ടൺ ഇൻസ്ക്രിപ്ഷനിലുള്ള കേരളത്തിലെ അപൂർവങ്ങളിലെ ഒരു ശാസനമാണ് ഇരിക്കുന്നത്. ഈ ശാസനം എന്ന് പറയുന്നത് 2 ശാസനമുണ്ട്. ഇതേ കാലഘട്ടത്തിൽ 849 AD തറസാപ്പള്ളി ശാസനവും പിന്നെ 2ാമത്തെ ശാസനം എന്ന് പറയുന്നത് ഒരു 10th സെഞ്ചുറി 11th സെഞ്ചുറിയിലുള്ള ജൂയിഷ് കോപ്പർ പ്ലേറ്റുമാണ്. തറസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത് കൊല്ലത്ത് മാർസബർ ഈസോയ്ക്ക് കൊടുക്കുമ്പോൾ അന്നത്തെ ചേരമാൻ രാജാവായിരുന്ന സ്ഥാനു രവിവർമ്മയുടെ കാര്യത്ത് അയ്യൻ അടിവടികൾ എന്ന് പറയുന്ന ആ നാടുവാഴിയാണ് ഇതങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. ഇത് ഏൽപ്പിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഇത് ഏൽപ്പിക്കുമ്പോൾ പറയുന്നത് തർസ എന്ന് പറയുന്ന ഈ പറയുന്ന പള്ളി അതിനെ സംരക്ഷിക്കുവാനായിട്ട് 5 വണ്ണവും മണിഗ്രാമോ എന്ന് പറയുന്ന 2 ട്രേഡ് ഗിൽഡിനെ ഏൽപ്പിക്കുകയാണ്. ആ ട്രേഡ് ഗിൽഡിനെ ഏൽപ്പിച്ചുകൊണ്ട് അതിനെ ശാസനം പുറപ്പെടുവിക്കുമ്പോൾ 72 റൈറ്റാണ് തരുന്നത്, 72 അവകാശങ്ങൾ. ഇന്ന് അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി ഈ കൊളുത്തിയ നിലവിളക്ക് മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സദ്യയ്ക്ക് ഇല മടക്കി വെക്കുന്നത് വരെയുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. ആ തന്നതിൻ്റെ അവകാശത്തിൻ്റെ കാര്യം എന്താണ്? അന്ന് നിലനിന്ന ഏറ്റവും വലിയ ട്രേഡാണ് ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ്. ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് അന്ന് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഒരു ഇന്റർ ഡിനോമിനേഷനായിട്ടുള്ള കച്ചവട സംഘമാണ്. ആ ഇന്റർ ഡിനോമിനേഷനുള്ള കച്ചവട സംഘം ആരംഭിക്കുന്നത് ഗൾഫ് ഓഫ് ഏഡനിൽ നിന്നാണ്. ആ ഗൾഫ് ഓഫ് ഏഡനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കച്ചവട സംഭവത്തിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്,
ജൂതനുണ്ട്, അതിനകത്ത് സൊറാസ്ട്രിയനുണ്ട്. ഈ സൊറാസ്ട്രിയൻ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ശാസനത്തിൽ 5 വിവിധ സൈനുകളാണുള്ളത്. ഒന്ന് വട്ടെഴുത്ത്, രണ്ടാമത് ഹീബ്രു, മൂന്നാമത് അറബിക്ക്, ആ നാലാമതുള്ളതെന്ന് പറയുന്നത് പാൽവിയാണ്. എന്താണ് പാൽവി? പാൽവി ഇതിന് മുമ്പേ വന്ന നെസ്റ്റോറിയൻ ചർച്ചിന്റെ ഭാഷയാണ്. ഒരു മിഡിൽ പേർഷ്യൻ രാജ്യത്ത്, ആ മിഡിൽ പേർഷ്യൻ രാജ്യത്ത് അവിടുന്ന് കച്ചവടമായിട്ട് വരുമ്പോൾ അന്ന് നെസ്റ്റോറിയൻ ചർച്ചിന്റെ ഒരു ലിറ്റർജി എന്ന് പറയുന്നത് ഈസ്റ്റ് സിറിയക്കാണെങ്കിലും അതിലെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പാൽവിയിലേക്കും ഈ ചൈനീസിലേക്ക് വരെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈബിൾ കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വന്ന ഒരു കച്ചവടത്തിൻ്റെയും ഒരു വലിയ ട്രേഡിൻ്റെയും പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മൾ. അത് അഹങ്കാരത്തോടു കൂടി പറയുന്നതല്ല, അത് നമ്മളെ ചേർത്ത് നിർത്തിയ ഇവിടുത്തെ ഹൈന്ദവ സമൂഹമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഈ മ്യൂസിയത്തിലുള്ളത്. അത് വീണ്ടും വീണ്ടും ഉറക്കെ പറയുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളത് അടച്ച് പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ റെൻസി അച്ഛനോട് ചോദിച്ചു, ഈ റിപ്ലിക്ക നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഈ അവ്യക്തമായ ട്രേഡ് പുറത്തു കൊണ്ടുവരുന്നത് ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ആദ്യകാലത്തെ ഡീനായിരുന്ന SD ഗോയിറ്റിൻ്റെയും മോർദെക്കായ് ഫ്രീഡ്മാൻ്റെയും ഇന്ത്യ ട്രേഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ ഇന്ത്യ ട്രേഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു അധ്യായത്തിൽ ഒരു മസിയുണ്ട്. മസി ഒരു കച്ചവടക്കാരനാണ്. മസിയുടെ മലയാളം അറബിക്ക് മലയാളം എന്ന് പറഞ്ഞ യേശു എന്നർത്ഥം. ഒരു ക്രിസ്ത്യാനിയും എല്ലാവരും ചേർന്ന് ഒരു ഇന്റർ ഡിനോമിനേഷണൽ ട്രേഡാണ്. ഈ അന്ന് കൊല്ലത്ത് വരുന്ന മാർക്കോ പോളോയും ഇബൻ ബട്ടൂട്ടായും ജൂയിഷ് ട്രാവലറായിരിക്കുന്ന ബെന്യമിൻ തുദാലയൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ലീവിങ്ങിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി ലീവിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഒരു വംശീയത കാത്തു സൂക്ഷിക്കാതെ തന്നെ ഈ ക്രൈസ്തവ സമൂഹം ഇന്നും ഓർത്തഡോക്സ് മാർത്തോമാ സഭകളിൽ ഈ കുടുംബങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഫണ്ടമെൻ്റൽ പോയിന്റ് അതല്ല. ഇന്ന് അസ്തിത്വം നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് തിരിച്ചു മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതിൻ്റെ സുപ്രധാന ശാസനം എന്ന് പറയുന്നത് തറസാപ്പള്ളി ശാസനം. ആ ശാസനം ഇരിക്കുന്ന മണ്ണിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അത് പിതാക്കന്മാർ നടത്തിയ വലിയ ഒരു കച്ചവടത്തിൻ്റെയും ട്രേഡിൻ്റെയുമാണ്. ആ ട്രേഡിൽ അന്ന് SD ഗോയിറ്റൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വരുന്ന വരവിൽ ഈ ഗൾഫ് ഓഫ് ഏഡനിൽ നിന്ന് വന്നിട്ട് ഗുജറാത്തിൽ ബ്രോച്ചിൽ കൂടെ കയറി കൊല്ലത്തൂടെ വന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു 60 ഷിപ്പെങ്കിൽ 40 ഷിപ്പ് പോവും, അതിനെ മുങ്ങിപ്പോവും. ഷിപ്പ് റെക്സ് എന്ന് പറഞ്ഞാൽ കപ്പൽ ഛേദം ധാരാളമുണ്ട്. ധാരാളം പേരങ്ങനെ മരിച്ചു. എന്നാൽ അതേ സമയത്ത് ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു മെർക്കൻറ്റൈൽ കമ്മ്യൂണിറ്റിയാണ്. ഈ വരുന്ന കപ്പലിൽ വരുന്ന ഈ പറയുന്ന സെമിറ്റിക് ട്രേഡിൻ്റെ കച്ചവടക്കാർക്ക് ആ കുരുമുളകും മറ്റും കൊടുക്കുവാനായിട്ട് ഇവിടുന്ന് തന്നെ ആൾക്കാരുണ്ട്. അതിന് ആ സെമിറ്റിക് ട്രേഡ് പള്ളികളൊക്കെ ഒരു കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ബിഷപ്പ് മെനസിസ് തേവലക്കര പള്ളിയിൽ പോയപ്പോൾ അവിടെ അച്ഛന്മാർ ഉൾപ്പെടെയുള്ള ഒരു കുരുമുളക് കച്ചവടം നടത്തുന്നതായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് അത് മാറിയിട്ട് അതിനകത്ത് ഇത് ഒരു ആരാധന വേണമെന്ന് പറയുന്നു. ഞാൻ പറയാനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ തലമുറയ്ക്ക് ഇടയ്ക്ക് മാത്രം എന്തോ നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കണം. ആ പകർന്നുകൊണ്ടേയിരിക്കുന്ന ഈ ചരിത്രം ഞാൻ അനിമേഷൻ സെൻറ്ററിനോട് ആദ്യമായി ഞാൻ റിക്വസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എത്രയും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ജനങ്ങൾക്കിടയിലേക്ക് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എത്തിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ജൂയിഷ് റാബനിക്കൽ കോർട്ട് ഗൾഫിലെ ഏഡനിലെയുള്ള അതിൻ്റെ സുസറാനിറ്റി എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക വരെയായിരുന്നു. കാരണം ഡീഫോൾട്ടേഴ്സ് പൈസ കൊടുക്കാത്തവർ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം അതിൻ്റെ പവർ അവിടെ വരെയാക്കി. സോ ദെയർഫോർ ഈ ചരിത്രങ്ങൾ ഇതൊരു റിച്ച് ചരിത്രമാണ്. നമ്മൾ അനിമേഷൻ സെൻറ്ററും മ്യൂസിയവും ആർക്കൈവ്സും ഒക്കെ പറയുമ്പോൾ ഇതില്ലാതെ ഈ കേരളത്തിൻ്റെ റിട്ടൺ ഇൻസ്ക്രിപ്ഷനിൽ പ്രധാനം അത് കൊന്നതെങ്ങനെ? കാരണം അത് വലിയൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ട്രേഡിൽ നിന്ന് മാറി അഗ്രികൾച്ചറിലേക്ക് മാറി പിന്നെ ഒരു സമൂഹം പിന്നെ അഗ്രികൾച്ചറിലേക്കാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ ഈ ട്രേഡ് നെറ്റ്വർക്കിൽ കൂടാണ്
ഈ മലങ്കര കത്തോലിക്ക സഭയ്ക്കകത്ത്, സുറിയാനി കത്തോലിക്ക സഭയ്ക്കകത്ത് ഒരു വലിയ റിഫ്റ്റ് ഉണ്ടായി. ആ റിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പാറമേക്കാൽ തോമാ കത്തനാരും കരിയാറ്റിൽ മെൽപ്പാനും കൂടെ പോകുന്ന ഇതേ ട്രേഡ് റൂട്ടിലാണ്. അന്ന് അവർക്ക് ഫണ്ട് ചെയ്യുന്നത് തച്ചിൽ മാത്തൂത്തരകനാണ്. ഇതൊക്കെ പറയാൻ എന്തിനാണ് നാണക്കെടുന്നേ? ഇതൊക്കെ വളരെ കൃത്യമായി പറയുവാനായിട്ട് നാണക്കെടേണ്ട കാര്യമില്ല. ഇത് ഈ സഭയുടെ പൈതൃകമാണ്. ഇന്ന് കേരളത്തിലെ സഭയിലെ എല്ലാ സഭയും കൂടെ എടുത്താലും ഈ പൈതൃകം തപ്പാനായിട്ട് വരുമ്പോൾ പുലാത്തിയിലെത്തും. പക്ഷെ ഇത് വളരെ ഗൗരവത്തോടു കൂടി, അഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ മാർത്തോമാ സഭയുടെ ഓരോ ഏടുകളിൽ നോക്കുമ്പോൾ വിശേഷമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ ആ കാലഘട്ടമൊക്കെ ഒന്ന് മാറി. നമ്മൾ എത്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ കുറച്ച് മുമ്പ് വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാവിധ പ്രക്ഷോഭങ്ങളിലും മുന്നിൽ നിന്ന സഭയാണ് ഈ സഭ. അതിൻ്റെ എല്ലാവിധ ഡോക്യുമെൻസും അതിൽ മുന്നിൽ നിന്നവരെയൊക്കെ നമ്മൾ ആർക്കൈവിൽ കൂടെ നമ്മുടെ ഈ അനിമേഷൻ സെൻറ്ററിൽ കാണിക്കണം. കേരളത്തിൽ ആദ്യമായി തൊഴിലിനു വേണ്ടി സമരമുണ്ടായത് മലയാളി മെമ്മോറിയലാണ്. പരദേശി ബ്രാഹ്മണരായിരുന്നു ഇവിടെ മുഴുവനും തൊഴിൽ അടക്കി പിടിച്ചിരുന്നത്. അന്ന് അതിനെതിരെയുള്ള പോരാട്ടമാണ് മലയാളി മെമ്മോറിയൽ. അതിൽ സഭ പാർട്ടായിട്ട് നിന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഉത്തരവാദിത്ത ഭരണം സഭ അതിൻ്റെ ഭാഗമായിരുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ നിവർത്തന പ്രക്ഷോഭം സഭ അതിൻ്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം നമ്മൾ ആർക്കൈവ്സിലേക്ക് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായിട്ട് കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വൈക്കം സത്യാഗ്രഹം ഇവിടുന്ന് ദളിത് സമൂഹത്തെ ചെങ്ങന്നൂരിൽ നിന്ന് നയിച്ചത് ബാരിസ്റ്റർ ജോർജ് ജോസഫ് അല്ലേ? അദ്ദേഹം പിന്നെ കത്തോലിക്ക സഭയിൽ പോയി കാണും. പക്ഷെ അദ്ദേഹം നയിച്ചത് ചെങ്ങന്നൂരിൽ നിന്നാണ്. 1924 നമ്മുടെ കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ മാപ്പിള ലഹളയ്ക്ക് ശേഷം ഏറ്റവും അതിരൂക്ഷമായിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു വിളിച്ചുകൂട്ടിയ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കാനായിട്ട് ഒരു ക്രിസ്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് പോയത് സുവിശേഷ സംഘത്തിൻ്റെ അന്നത്തെ പ്രധാന ആളായിരുന്ന KK കുരുവിള സാറല്ലേ? ഇത് നമ്മൾ ആർക്കൈവ്സിൽ വെച്ചില്ലെങ്കിൽ പിന്നെന്താണ് വെക്കാൻ പോകുന്നത്? ഇത് പുതിയ തലമുറയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നത്? കോടഞ്ചേരി എന്തുകൊണ്ട് C കേശവൻ തിരഞ്ഞെടുത്തു? ദിവാനും രാജാവിനുമെതിരെ ഒരു കൂസലുമില്ലാതെ പറയുവാനായിട്ട് അന്ന് മാർത്തോമാ സഭാ കൗൺസിലിന് കഴിഞ്ഞുകൊണ്ടല്ലേ? അല്ലെങ്കിൽ C കേശവൻ വന്ന് എത്രയോ സ്ഥലങ്ങളുണ്ട്. അദ്ദേഹത്തിന് ജന്മം കൊടുത്ത തിരുവനന്തപുരമില്ലേ? അന്ന് ഉത്തരവാദിത്ത ഭരണം, ജനങ്ങൾക്കുള്ള ഉത്തരവാദിത്തമായ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഉണ്ടാകണമെന്നും സർ CP രാമസ്വാമി അയ്യർ കിരാതമായ ഭരണമാണെന്നും ഉറച്ചു പറഞ്ഞുകൊണ്ടല്ലേ C കേശവൻ ആ ധൈര്യത്തോടു കൂടിയല്ലേ കോഴഞ്ചേരി തിരഞ്ഞെടുത്തത്? ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് അനിമേഷൻ സെൻറ്റർ കൊടുക്കണം. അനിമേഷൻ സെൻറ്ററിൻ്റെ ഒക്കെ ദൗത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ചരിത്രങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലുമുള്ള ചരിത്രങ്ങൾ. അതിനൊന്നും വർഗീയതയല്ല. ഇതൊക്കെ ഒരു സമൂഹത്തോട് ചേർന്നിരുന്ന് പോരാടിയ കാര്യങ്ങളാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഡയസ്പോറയിൽ നിന്ന് തിരുമേനി വളരെ വാചാലനായിട്ട് ഡയസ്പോറയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഡയസ്പോറയിലെ പ്രധാന ഏട് എന്ന് പറയുന്നത് മാർത്തോമാ സഭയ്ക്കുമുണ്ട്. അതായത് അന്ന് 19th സെഞ്ച്വറിയുടെ അവസാനം 20th സെഞ്ച്വറിയുടെ ആരംഭം കേരളത്തിൽ LMS CMS വന്നതിന് ശേഷം വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ ആ വിദ്യാഭ്യാസം ലഭിച്ച നോൺ സവർണ കമ്മ്യൂണിറ്റികളായ നാടാർ കമ്മ്യൂണിറ്റിക്കും ഈഴവ കമ്മ്യൂണിറ്റിക്കും മാർത്തോമാ കമ്മ്യൂണിറ്റിക്കും കേരളത്തിൽ ജോലി കിട്ടാത്തൊരവസരമുണ്ടായി. കാരണം കേരളത്തിൽ ജോലിക്ക് ലഭിക്കുകയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ദേവസ്വവും ബ്രഹ്മസ്വവുമായി കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇവിടെ ജോലി ലഭിക്കാത്ത ഒരു അവസരമുണ്ടായപ്പോൾ അങ്ങനെയാണ് 1910, 20, 30 കാലത്ത് കുറിയന്നൂരും കോഴഞ്ചേരിയും തിരുവല്ലായിൽ നിന്നൊക്കെ ആൾക്കാർ ഈസ്റ്റ് ഏഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. സിലോണിലേക്ക് പോയതിൻ്റെ കാര്യം അതാണ്. അതുപോലെ തന്നെ തീയ സമൂഹം, വലിയൊരു സമൂഹം സിലോണിലേക്ക് പോയി. ശ്രീനാരായണ ഗുരു 1920 30 ഈ സിലോണിൽ പോകുന്ന അവരെ കാണാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ചരിത്രം പേറുന്ന ഒരു മൈഗ്രേഷനാണ് മാർത്തോമാ സഭയുടെ മൈഗ്രേഷൻ. മണ്ഡലം റിപ്പോർട്ടും ഒരു മണ്ഡലത്തിൻ്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഞാനത് വായിച്ചു. എന്നാൽ ആ സ്റ്റഡിയിൽ എഴുതേണ്ട എല്ലാം നല്ലതാണ്. എന്നാൽ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ പോയി,
ആ പോയവരുടെ ലിസ്റ്റുകൾ ഡോക്യുമെന്റിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വർക്കിംഗ് ക്ലാസ് പോയിട്ടുണ്ട്, എന്നാൽ അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ധാരാളം പേര് പോയി. അന്നത്തെ UC കോളേജ്, അന്നത്തെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, പ്രസിഡൻസി കോളേജ്, മഹാരാജാസ് കോളേജ്, UC, ഇതിൽ നിന്നൊക്കെ ഗോൾഡ് മെഡലിസ്റ്റുകൾ, വെറ്റിനറി ഡോക്ടർമാർ, വളരെ മിടുമിടുക്കന്മാരായിട്ടുള്ളവരാണ് പോയത്. They first went to Ceylon, then they moved to Malaya and Singapore. മലയ സിംഗപ്പൂരിലെ അധ്യാപകർ ഏകദേശം അവരാണ് കൈയടക്കി വെച്ചിരുന്നത്. ഞാൻ ആ ഡോക്യുമെന്റിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചിയിൽ അച്ഛൻ്റെ മകൻ TG തോമസ്, അത് എല്ലായിടത്തും പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറെ ആരുമല്ല ഡോക്യുമെന്റ് ചെയ്ത് അത് വളരെ കൃത്യമായിട്ട് വെക്കും. അച്ഛൻ്റെ മകൻ പോയിട്ട് സിലോണിൽ നിന്ന് ആ കുടുംബവുമായിട്ട് അവർ മലയായിൽ പോയി. ആംഗ്ലോ ചൈനീസ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. 1941 to 45 അപ്പോഴാണ് ജാപ്പനീസ് യുദ്ധം കൊടുപരി കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്റ്റീമറിൽ കുടുംബവുമായിട്ട് തിരിച്ചു വന്നു. ശ്രീലങ്കയിൽ വെച്ചിൻ്റെ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ വെച്ച് ഈ കപ്പൽ മറിഞ്ഞു, ഈ വന്ന സ്റ്റീമർ മറിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കാർഗോ ഷിപ്പാണ് കയറ്റിക്കൊണ്ട് ശ്രീലങ്കയിൽ എത്തിച്ചത്. തിരിച്ച് വീണ്ടും പോയി അദ്ദേഹം തിരിച്ച് കുടുംബമായിട്ട് വന്നിട്ട് മർത്തോമ സ്കൂളുകളുടെ മാനേജറായിട്ടും മർത്തോമ കോളേജിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചത് ഞാൻ വായിച്ചു. അതൊക്കെ ദീസ് ഓൾ ഷുഡ് ബി ആർക്കൈവ്ഡ്. ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് നമുക്ക് ഈ ഈസ്റ്റ് ഏഷ്യൻ കേരള ഈസ്റ്റ് ഏഷ്യൻ മൈഗ്രേഷൻ്റെ ഒരു പ്രധാന ഏടെന്ന് പറയുന്നാൽ ഈ സ്ഥലങ്ങളാണ്. സോ വി ഷുഡ് ബി ഏബിൾ, ബിക്കോസ് ഇത് നാളെ അവരുടെ ആരെങ്കിലും വരുവാണെങ്കിലോ, സോ ഇതിപ്പോൾ 3rd ജനറേഷനായി, അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ ഹിസ്റ്ററിയിൽ തന്നെ, മൈഗ്രേഷൻ ഡിസ്കോഴ്സിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഏടല്ലേ. സോ വി ഹാവ് ടു ഷോ ദം ദിസ് ഇസ് വാട്ട്. 1953 അച്യുസ് മാത്തേനിയോസ് തിരുമേനിയാണ് ഒരു എപ്പിസ്കോപ്പൽ വിസിറ്റ് ആദ്യമായിട്ട് നടത്തുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എപ്പിസ്കോപ്പൽ വിസിറ്റ് 1953 ടു ദ മാർത്തോമ കമ്മ്യൂണിറ്റി. ആദ്യം വിടുന്ന റവൻ TN കോശി അച്ഛനാണ് ആദ്യത്തെ പാരിഷ് പ്രീസ്റ്റ് ഗോയിങ് ടു എ ഡയസ്പൊറ, യെസ്, ടു സിംഗപ്പൂർ ആൻഡ് ടു മലേഷ്യ 1936. സോ ഞാൻ എന്തൊക്കെ നമുക്ക് ഒന്ന് ചേർക്കാനായിട്ട് കഴിയുമെന്നുള്ളത് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇന്ന് കാണുന്ന ഒരു പ്രധാന കാറ്റഗറിയെക്കുറിച്ച് അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. ഇന്ന് ഈ സുറിയാനി സഭകളിൽ, പ്രത്യേകിച്ച് യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, CSIയിലൊക്കെ നമ്മുടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് വിമൻ എക്കോണമിയാണ്. ഇറ്റ്സ് എ നഴ്സിംഗ് എക്കോണമി. ഇറ്റ് ഈസ് ദ നഴ്സസ് ഹു വെന്റ് അബ്രോഡ്, ഹു സ്ട്രഗിൾഡ്. അവരിങ്ങനെ ഡേയും നൈറ്റും ഷിഫ്റ്റും ഒക്കെ ചെയ്ത് അവരയച്ച വലിയ പൈസകളിലാണ് ഈ പറയുന്നതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് തന്നെ ഇവിടുന്ന് നേഴ്സസ് പുറത്തേക്ക് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ബ്രിട്ടീഷ് ഈ ആർമി ഹോസ്പിറ്റൽസൊക്കെ, ഇന്ത്യയിലെ ആർമിയിൽ തന്നെ ഇപ്പോൾ ധാരകയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ഒരു കൊച്ചമ്മ ലഫ്റ്റനൻറ്റ് ജനറലാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ റാങ്ക് കിട്ടും ഈ നേഴ്സസിന് ഒരു പട്ടം കഴിയുമ്പോൾ. ഇങ്ങനെയുള്ള പ്രധാന ലക്ഷ്യ വിമൻ യു ഹാവ് ടു ഡോക്യുമെൻറ്റ് ആൻഡ് വി ഹാവ് ടു, അവരുടെ ഒരു പ്രൊഫൈല് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കറിയുകയില്ല, പക്ഷേ നമുക്ക് ഈ പറയുന്ന ഒരു കാറ്റഗറിയെ കൂടെ ഉൾപ്പെടുത്തണം. എനിവേ ഞാൻ അധികം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എൻ്റെ മനസ്സിൽ ഈ അനിമേഷൻ സെൻറ്ററിനെ എനിക്ക് ഒത്തിരി ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു. എന്നാൽ കുറച്ചുകൂടെ ആർക്കൈവ്സിലും നമ്മുടെ പിന്നാണെങ്കിൽ മ്യൂസിയത്തിലും അതിനെ എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഡിസമിനേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാം, കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് ചെറിയ കാര്യങ്ങൾ പറ്റും എന്ന് മാത്രം ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് മെത്രാപ്പോലത്തെ തിരുമേനിയോടും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അനിമേഷൻ സെൻറ്റർ കൂടുതൽ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.